ആൻറ്റി നാഷണൽ എലമെൻസുകളെ ഈ രാഷ്ട്രത്തിൽ നിന്ന് പടിയടച്ചു പിണ്ടം വയ്ക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തമായ പോയിന്റ് ആയിരിക്കും ബംഗാൾ. വനിതാ ഭേദഗതി ബില്ലിനെതിരായി വോട്ട് ചെയ്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാജ്യത്തെ സ്ത്രീ സമൂഹം തൂത്തെറിഞ്ഞത് കൂടി കാണുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. തൃണമൂലിന്റെ ഗുണ്ടകൾ നടത്തിയ ക്രൂരതയ്ക്കുള്ള മറുപടിയല്ലേ ഈ തെരഞ്ഞെടുപ്പിന് ഫലം? ദേശീയവാദ രാഷ്ട്രീയത്തിനെ അടിച്ചമർത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. BJP RSS പ്രവർത്തകരെ വലിയ കന്നാസുകളിൽ ഇട്ട് ദ്രവിപ്പിച്ച് കളഞ്ഞ പാരമ്പര്യമുണ്ട് എന്നാണ്. 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാത്ത രണ്ട് സർക്കാരുകൾ ബംഗാളിലും കേരളത്തിലുമാണ്. രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ ഒരു താവളമായി ഈ ബംഗാളിനെ അധികാരം കിട്ടാൻ വേണ്ടി മമത മാറ്റി എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തുടർഭരണം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, അത് BJP ലീഡ് ചെയ്യുന്ന ഭരണസമിതികൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട് കിട്ടുന്നു? BJP ഒരിക്കലും ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വന്നാൽ BJP ആ സംസ്ഥാനത്തിൽ നിന്ന് പറിച്ചെറിയുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്നില്ല. നന്ദിച്ചേട്ടാ നമസ്കാരം. 5 സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലം വന്നല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകുന്നത് നമ്മുടെ പശ്ചിമ ബംഗാളാണ്. ഇതിൽ എങ്ങനെയാണ് ചേട്ടനെ നോക്കി കാണുന്നത്? കാരണം ബംഗാൾ എന്ന് പറയുന്നത് BJPയുടെ ഓരോ സാധാരണപ്പെട്ട പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെ ബലിദാനികളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലുമാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ എല്ലാ കാലഘട്ടത്തിലും ദേശീയവാദ രാഷ്ട്രീയത്തിനെ അടിച്ചമർത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുള്ളത്. ബംഗാളിനെ കുറിച്ചൊക്കെ നമ്മൾ ചില പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നത് BJP RSS പ്രവർത്തകരെ വലിയ കന്നാസുകളിൽ ഇട്ട് ദ്രവിപ്പിച്ച് കളഞ്ഞ പാരമ്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ വൈകാരികമായിട്ടുള്ള ബന്ധം കേരളത്തിലെ BJP പ്രവർത്തകർക്കും രാജ്യത്തെ BJP പ്രവർത്തകർക്കും ഈ പറയുന്ന ബംഗാളിനോടുണ്ട്. അപ്പോൾ ബംഗാളിൽ BJP വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളുടെ ടാർഗറ്റായിട്ടുള്ള കേരളത്തിലേക്കുള്ള യാത്ര ബംഗാളിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അതിൽ കാണുന്ന രാഷ്ട്രീയം. ചേട്ടാ, അതുപോലെ സന്ദേശ് എന്ന സ്ഥലത്ത് തൃണമൂലിന്റെ ഗുണ്ടകൾ നടത്തിയ ക്രൂരതയ്ക്കുള്ള മറുപടിയല്ലേ ഈ തെരഞ്ഞെടുപ്പിന് ഫലം? അത് ഒരു പ്രദേശത്ത് മാത്രമല്ല, ബംഗാളിൽ ആകമാനം നടന്നിട്ടുള്ള വലിയ ക്രൂരതകളുണ്ട്. ഇപ്പോൾ നമ്മൾ നന്ദിഗ്രാമും സിംഗൂറും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ബംഗാളിൽ മമത അധികാരത്തിലേക്ക് വരുന്നത്. നന്ദിഗ്രാമിലും സിംഗൂറിലും ഈ പറയുന്ന സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി CPMൻ്റെ ഗുണ്ടകൾ നടത്തിയിട്ടുള്ളൊരു തേർവാർച്ചയുണ്ട്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ നമ്മൾ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നമ്മൾ പഠിക്കുമ്പോൾ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കേൾക്കുന്നതാണ് CPM കേഡറുകൾ ബംഗാൾ പോലീസിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നന്ദിഗ്രാമിലും സിംഗൂറിലും കർഷകരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത്തരം രാഷ്ട്രീയം നിലനിന്നിരുന്നൊരു മണ്ണിൽ അതിനെതിരായി അതിന് വിരുദ്ധയാണ്, ഞാൻ ബംഗാളിൽ CPMൻ്റെ അക്രമത്തിൻ്റെ ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇരവാദം ഉയർത്തിക്കൊണ്ടാണ് സത്യത്തിൽ മമതാ ബാനർജി ബംഗാളിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ കഴിഞ്ഞ 15 വർഷം മമതാ ബാനർജി ബംഗാൾ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുമ്പോഴും ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെയുള്ള നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് ബംഗാളിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം ബംഗാളിൽ കഴിഞ്ഞ 50 വർഷക്കാലമായി നടന്നിട്ടുള്ളൊരു ജംഗിൾ രാജ് ഭരണമുണ്ട്. ആ ജംഗിൾ രാജ് ഭരണത്തിന് അറുതി വരുത്തേണ്ട സമയമായി എന്ന് അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുന്നു. അത് നിങ്ങൾ നോക്കൂ, ഒരു അധികാരത്തിലേക്ക് വരിക, അതിൻ്റെ സുഖലാളനകൾ അനുഭവിക്കുക എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളെ കൺസിഡർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ബംഗാളിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 50 വർഷക്കാലമായി. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അതിൽ വലിയ രീതിയിലുള്ള വീർപ്പുമുട്ടലിലാണ്. അവിടെ നിന്ന് ജനങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം എങ്ങനെ സാധിക്കും? അത് കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യ തലസ്ഥാനത്തിരുന്നു കൊണ്ട് നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങൾ അവർ കാണുന്നുണ്ട്. അത് കോവിഡ് കാലത്തുള്ള വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത, ഇപ്പോൾ നമുക്ക് കോവിഡ് കാലത്തെ അന്നയോജന പദ്ധതി 80 കോടി ജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് രാജ്യത്തിലെ പ്രധാനമന്ത്രി ആവിഷ്കരിച്ചതാണ്. അതുപോലെ സുരക്ഷാ കാർഡുകൾ, ചികിത്സാ കാർഡുകൾ, അതുപോലെ തന്നെ മാതൃവന്ദന യോജന പോലെയുള്ള പദ്ധതികൾ, ശിശു പോഷൺ അഭിയാൻ പോലെയുള്ള വലിയ പദ്ധതികൾ ഈ ബംഗാളിലടക്കമുള്ള സംസ്ഥാനം. നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബംഗാളിലും കേരളത്തിലും മാത്രമാണ്, അതായത് വയോവന്ദന യോജന എന്ന് പറയുന്ന സാധാരണപ്പെട്ട 70 വയസ്സിന് മുകളിലേക്കുള്ള സീനിയർ സിറ്റിസൺസിനുള്ള 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഒരു പദ്ധതി, കേന്ദ്ര സർക്കാർ പദ്ധതിയെ നടപ്പിലാക്കാത്ത രണ്ട് സർക്കാരുകൾ, ഒന്ന് ബംഗാൾ, അതെ, ബംഗാളിലും കേരളത്തിലുമാണ്. അപ്പോൾ ഇത്തവണ BJPയുടെ പ്രചരണം അത്തരത്തിലായിരുന്നു. കാരണം അവിടെ ഒരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ ഒരു താവളമായി ഈ ബംഗാളിനെ
അധികാരം കിട്ടാൻ വേണ്ടി മമത മാറ്റി എന്നുള്ളതാണ്. അതായത് അവർക്ക് വന്ന് സുഖമായി എന്ത് പ്രവർത്തനവും ചെയ്യാൻ പറ്റുന്നൊരു ഒരു സ്ഥലമായി, അവരുടെ സുരക്ഷിത താവളമായി ബംഗാളിനെ മാറ്റിക്കൊടുത്ത് വിജയിക്കുക എന്നുള്ളത് മാത്രമായി ബംഗാളിൽ മമതയുടെ രാഷ്ട്രീയം മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എതിർചിന്ത വന്നു. അവർക്ക് ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് BJP ആയിരുന്നു. ആ BJPയിലേക്ക് അവർ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെട്ടു. BJPയുടെ വിജയം ഒരു വിജയം നല്ലൊരു മഹാവിജയം 200-205 സീറ്റിലേക്കൊക്കെ BJPയുടെ ലീഡ് നില മറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗാളിനകത്തൊരു വലിയ തരംഗമാഞ്ഞടിക്കുകയാണ്. ഏറ്റവും ഗ്രാമാന്തരങ്ങളിൽ നിന്ന് തുടങ്ങി അത് ബംഗാളിൻ്റെ നഗരത്തെയും ഗ്രാമങ്ങളെയും ബംഗാളിൻ്റെ ഈച്ച് ആൻഡ് കോർണർ ആ എല്ലാ മേഖലകളിലേക്കും ബംഗാളിൽ വലിയൊരു തരംഗം BJP അനുകൂലമായി വരുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് അടക്കമുള്ള വിഷയങ്ങൾ അതിൽ വലിയൊരു ഘടകമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ റീഡിങ്. അതേപോലെ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഈ CPMൻ്റെ ജ്യോതി ബസ് മുതൽ ഇപ്പം കഴിഞ്ഞ മമത വരെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റക്കാരെ കുടിയേറാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ തുടർന്ന് ആണ് അവിടെ നടന്ന എല്ലാ വോട്ടുകളും. SIR അതിനെ എങ്ങനെ നമ്മളത് ആദ്യം മനസ്സിലാക്കേണ്ടത് NRCയും CAAയും ആദ്യമായി രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഏറ്റവും ശക്തമായി അതിനെ എതിർത്ത ആളുകൾ ആരൊക്കെയാണ്? അതിൻ്റെ അതിൽ ഏറ്റവും ശക്തമായി എതിർത്തതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് ഈ പറയുന്ന മമതാ ബാനർജി. എന്തുകൊണ്ടാണ് ആ റോൾ വഹിച്ചത്? എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അവർക്കെതിരാണ് ഈ ബില്ലെന്നൊക്കെ പറഞ്ഞ് വ്യാജമായൊരു പ്രചരണം അഴിച്ചുവിട്ടിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് ലൈനിലേക്ക് അവർ വന്നത്. പക്ഷേ അവർ ആ മറ നിർത്തിക്കൊണ്ട് അവർ ആഗ്രഹിച്ചിരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഈ കുടിയേറ്റക്കാരായി ബംഗാളിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ ആ വോട്ട് ബാങ്കിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു, ബംഗ്ലാദേശിലെ പാർലമെൻറ്റിനകത്ത് ബംഗ്ലാദേശി MP പറയുകയാണ്, ഇനി ബംഗാളിൽ BJP അധികാരത്തിലേക്ക് വന്നാൽ അവിടെയുള്ള മുഴുവൻ ബംഗ്ലാദേശികളെയും അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വീണ്ടും ഇവരൊക്കെ തിരിച്ചു വന്നാൽ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും എന്ന് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ രൂപേണ അത് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഭാരതത്തിൽ അനധികൃതമായി കുടിയേറി പാർക്കുന്ന ആളുകൾക്ക് ഒരു സംസ്ഥാന സർക്കാരും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും സംരക്ഷണം ഒരുക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് SIR വന്ന സമയത്തും ഇവർ കൃത്യമായിട്ട് കോടതിയിലേക്കൊക്കെ പോകാനും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? SIR വന്നപ്പോൾ കൃത്യമായി അവിടെ വ്യാപകമായി CPMൻ്റെ കാലഘട്ടത്തിലൊക്കെ ചേർത്തിട്ടുള്ള കള്ളവോട്ട്, ബൂത്ത് പിടുത്തം പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ പറ്റം ആളുകളെ അവിടുത്തെ ലിസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. 2 ഇരട്ട വോട്ടുകൾ കണ്ടെത്തി അവരെല്ലാം ഒഴിവാക്കി. അതിനുശേഷം ബംഗാളിനകത്ത് നീതിയുക്തമായി, ഞാൻ പറയുന്നത് 100% നീതിയുക്തം എന്നുള്ള എനിക്ക് വാക്കില്ല, നീതിയുക്തം എന്നല്ല 100% സമാധാനപരമായി എന്നുള്ള വാക്ക് എനിക്കില്ല. പക്ഷെ 100% സമാധാനപരമല്ലെങ്കിൽ പോലും പരമാവധി ബംഗാളിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ സമാധാനപരമായി ഒരു ഇലക്ഷൻ കാലം കഴിഞ്ഞു പോയിട്ടില്ല. അവിടെ വീടുകളിൽ ചെന്ന് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക, അവിടെ ഗ്രാമങ്ങളിൽ ചെന്ന് തോക്ക് ചൂണ്ടി നിർത്തി ആയുധങ്ങൾ കാട്ടി അവിടുത്തെ സാധാരണക്കാരനെ വിറപ്പിച്ച് നിർത്തിക്കൊണ്ട് കഴിഞ്ഞ 50 വർഷക്കാലമായി CPM നടത്തിയിരുന്ന കാര്യം 35 വർഷം, അത് കഴിഞ്ഞ് 15 വർഷക്കാലം മമതാ ബാനർജി തുടർന്ന ഒരു രാഷ്ട്രീയത്തിന് അവിടെ കൃത്യമായിട്ടുള്ള അന്ത്യം വരുത്താൻ BJPയുടെ ജനാധിപത്യ സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ മെറിറ്റായി ഞങ്ങളവിടെ കാണുന്നത്. ഈ ഇലക്ഷനോടുകൂടി മമതയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അസ്തിത്വം അവസാനിച്ചെന്ന് പറയാമോ? അല്ല, മമതയുടെ തൃണമൂൽ കോൺഗ്രസിന് ഒരു അസ്തിത്വം ഇല്ലെന്ന്. തൃണമൂൽ കോൺഗ്രസ് മമതയുടെ മാത്രം പാർട്ടിയാണ്. തൃണമൂൽ കോൺഗ്രസ് ഏത് ആദർശത്തിൻ്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങളിപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് പരം വൈഭവന്യേതും ഏതത് സ്വരാഷ്ട്രം, എൻ്റെ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവത്തിന് വേണ്ടി ഞാൻ തന പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട്. അതോടൊപ്പം തന്നെ ഏകാത്മ മാനവ ദർശനത്തിൽ പറയുന്നത് പോലെ ഏറ്റവും സാധാരണക്കാരനിലേക്ക് ഏറ്റവും ഒരു വരിയുണ്ടെങ്കിൽ ആ വരിയിലെ ഏറ്റവും അവസാനത്തെ വ്യക്തിയിലേക്കും വികസനം എത്തണം എന്നുള്ള കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഏകാത്മ മാനവ ദർശനത്തിലൂടെയാണ് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്താണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജി? ഒരു ഐഡിയോളജിയുമില്ല. മമതയ്ക്ക് ശേഷം മമതയുടെ സഹോദരപുത്രൻ അല്ലെങ്കിൽ മമതയുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മമതയുടെ ചുറ്റുപറ്റി നിൽക്കുന്ന ആശ്രിതർ എന്നുള്ളതിനപ്പുറത്ത് ഒരു ഐഡിയോളജിക്കൽ ബേസ്മെൻറ്റും ഇല്ലാത്തൊരു സംഘടനയാണ് തൃണമൂൽ കോൺഗ്രസ്. സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ ആത്യന്തികമായ പതനം തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു ടേം ഭരണമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തുടർഭരണം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, അത് BJP ലീഡ് ചെയ്യുന്ന ഭരണസമിതികൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട് കിട്ടുന്നു? അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. അതായത് BJP ഒരിക്കലും ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വന്നാൽ BJP ആ സംസ്ഥാനത്തിൽ നിന്ന് പറിച്ചെറിയുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അസം, ഇപ്പോൾ ഇതിൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് നടന്ന അസം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. BJP അവിടെ നിങ്ങൾക്ക് പറിച്ചെറിയാൻ സാധിക്കില്ല. കാരണം ഏറ്റവും ചലഞ്ചബിളായിട്ടുള്ള
ഏറ്റവും ജനങ്ങളുടെ ഹൃദയം. ഇവിടെയൊക്കെ മുഖ്യമന്ത്രിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൻ്റെ 2 സൈഡിലും സ്റ്റിക്കർ ഒട്ടിച്ച് വലിയ വലിയ ഹോർഡിങ്സുകളിൽ ചിത്രപ്പണി ചെയ്ത് ചിത്രം വെച്ച് അതുപോലെ തന്നെ PR തള്ളുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ PRD വകുപ്പിൽ നിന്ന് ഉപയോഗിച്ച് അങ്ങനെയാണ് ഞാൻ കേമനാണ് എന്ന് തെളിയിക്കുന്നത്. പക്ഷേ അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെയുള്ള BJPയുടെ മുഖ്യമന്ത്രിമാർ ജനങ്ങളുടെ ഉള്ളിൽ കൊത്തിവെക്കുന്ന ശില്പങ്ങളായി മാറുന്നു. അവരുടെ ഉള്ളിൽ അവർ ആരാധിക്കുന്ന ആളുകളായി, അവരുടെ നോവുകളിൽ, അവരുടെ ഇല്ലായ്മകളിലും അവരുടെ വല്ലായ്മകളിലും ചേർത്ത് പിടിക്കുന്ന ആളുകളായി BJPയുടെ മുഖ്യമന്ത്രിമാർ മാറുന്നു എന്നുള്ള കാഴ്ചയാണ് ഇന്ത്യയിൽ ആകമാനം നമ്മൾ കാണുന്നത്. അത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല, നമ്മൾ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ നമുക്കങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതാണ് BJPയുടെ വലിയ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അവിശുദ്ധ മുന്നണി മറ്റേ ബേ ഓഫ് ബംഗാളിലേക്ക് ഇങ്ങനെ നമ്മളെന്ത് പറയുക തൂത്തെറിയുക എന്ന് പറയുന്ന ആ വാക്ക് നമുക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാം. ബേ ഓഫ് ബംഗാളിലേക്ക് തൂത്തെറിയപ്പെട്ടു. അത് തമിഴ്നാട്ടിലും അത് സംഭവിച്ചിരിക്കുന്നു, വെസ്റ്റ് ബംഗാളിലും അത് സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി വേണമെങ്കിൽ ഞാൻ അതിനകത്ത് ചേർത്ത് പറയാം. 2026 BJPയുടെ അമിത്ഷാജി അവതരിപ്പിച്ചിട്ടുള്ള വനിതാ ഭേദഗതി ബില്ലിനെതിരായി വോട്ട് ചെയ്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാജ്യത്തെ സ്ത്രീ സമൂഹം തൂത്തെറിഞ്ഞത് കൂടി കാണുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. നിങ്ങൾ നോക്കൂ, ഏത് സംസ്ഥാനം വേണോ നിങ്ങൾ അങ്ങനെ നോക്കിക്കോ. മമതാ ബാനർജിയുടെ ബംഗാളിൽ മമതാ ബാനർജി ഒന്നുമല്ലാതായി മാറി. ഏറ്റവും കൂടുതൽ പുരോഗമനവാദം പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ കരുത്തരായ നേതാക്കന്മാരാണ്. ഇനി അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മറ്റേ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞതുപോലെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ സ്റ്റാലിനും കൂടി ഒരു കപ്പ് സോസറും കൊടുത്തിട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. ആ അവസ്ഥയിലേക്ക് സ്റ്റാലിൻ്റെയൊക്കെ രാഷ്ട്രീയം തീർന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായും രാജ്യത്തിനകത്ത് രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ നിരയിലേക്ക് രാജ്യം മുന്നോട്ട് പോകുന്നു. അത് BJPയുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചുരുക്കം പറഞ്ഞാൽ ഇതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ അധ്യായം അവസാനിച്ചു എന്ന് പറയാം. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? കാരണം 2 വലിയ സംസ്ഥാനങ്ങൾ, വലിയ ഡിസസീവ് ഫാക്ടറാണ് ഞങ്ങൾ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞ സ്റ്റാലിൻ്റെ അവസ്ഥ എന്താ? ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെങ്കോല് വെക്കാത്ത യുവരാജാവ് എവിടെ? ചെങ്കോലെവിടെ? കിരീടം എവിടെ? സിംഹാസനം എവിടെ? ജനമാണ് ആത്യന്തികമായി നിങ്ങളെ സിംഹാസനത്തിൽ ഇരുത്തിയതും നിങ്ങൾക്ക് ചെങ്കോല് തന്നതും നിങ്ങൾക്ക് കിരീടം തന്നതും ജനമാണ്. പക്ഷേ ആ ജനങ്ങളെ നിങ്ങൾ എന്ന് ഏറ്റവും വില കുറഞ്ഞവരായി കാണുന്നോ അന്ന് നിങ്ങളുടെ സിംഹാസനവും ചെങ്കോലും കിരീടവും ഒക്കെ തിരിച്ചു വാങ്ങാൻ കെൽപ്പുള്ളവരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പിണറായി വിജയനും മമതാ ബാനർജിക്കും ഈ പറയുന്ന സ്റ്റാലിനും സാധിക്കാതെ വരികയും, എന്നാൽ ജനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലെ നമ്മുടെ ഭരണ സംവിധാനത്തിൽ ജനാധിപത്യത്തിൽ സർവ്വസജ്ജർ എന്ന് മനസ്സിലാക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയും പുതുച്ചേരിയിലെ CM ഒക്കെ ജയിച്ചു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ജനങ്ങളാണ്. നമ്മൾ ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്, തമിഴ്നാട്ടിലെ ഇപ്പോൾ അപ്രത്യക്ഷമായ വിജയുടെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ചെയ്യാം എന്താവും ഇനി തമിഴ്നാട് രാഷ്ട്രീയം? അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം തമിഴ്നാടിന് എപ്പോഴും ഒരു ആരാധന രാഷ്ട്രീയമുണ്ട് തമിഴ്നാട്ടിൽ, അങ്ങനെ ഒരു കൾച്ചറുണ്ട് തമിഴ്നാടിന്. അപ്പോൾ വിജയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഹൈപ്പ്, അത് വിജയുടെ പാർട്ടി എങ്ങനെ അവിടെ രാഷ്ട്രീയത്തെ മാനേജ് ചെയ്യുന്നു, ഭരണത്തെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും. സ്വാഭാവികമായും വിജയുടെ പാർട്ടി അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്, ഒരു ജനോപകാരപ്രദമായിട്ടുള്ള രാഷ്ട്രീയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും BJPയോടൊപ്പം നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കും വിജയ് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റായി നിന്നുകൊണ്ട് അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ റോളിൽ BJPയും NDAയും അവിടെ ഉണ്ടാവും. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഈ പറയുന്ന നവരാത്രി മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അത് നടത്തരുതെന്ന് വരെ പറയുന്ന സാഹചര്യമുണ്ടായി. ഇത് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ആഴത്തുള്ള മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് തിരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും പ്രതിഫലിക്കുമല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം, BJPയുടെ രാഷ്ട്രീയം നമ്മൾ പറയുന്നത് അത് ജാതി മത വർണ്ണ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ എന്ന് പറയുന്നതിനെ ഒറ്റ കൺസെപ്റ്റിൽ കാണുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ എന്തുകൊണ്ടോ രാജ്യത്തിനകത്തുള്ള പല സംഘടനകളും പല രാഷ്ട്രീയ സംഘടനകളും അതിനെ വർഗീയമായി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ നവരാത്രി ഇഷ്യൂ അടക്കമുള്ള ഇഷ്യൂ
അപ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്ന ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ ആദ്യത്തെ ഫേസ് ഇലക്ഷൻ നടക്കുമ്പോൾ പലരും അവിടെ ഹിന്ദു ആരാധനാ ബിംബങ്ങളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ഒക്കെ വളരെ മോശമായി പറഞ്ഞിരുന്നൊരു സാഹചര്യം ബംഗാളിൽ ആദ്യത്തെ ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ചില ആളുകൾ അവിടെ ബാബറി മസ്ജിദ് ഉയർത്തും എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയം അവിടെ പറയുമ്പോൾ കൃത്യമായ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അവിടെ ആക്ട് ചെയ്യാൻ മമതാ ബാനർജിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടിലേക്ക് അവർ മാറി. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സാധാരണപ്പെട്ട ഹിന്ദു അവിടെ ചിന്തിക്കുമ്പോൾ അവർ കൃത്യമായി ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും, എൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് ഇവിടെ വിലക്കുണ്ടെങ്കിൽ സ്വാഭാവികമായി എൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിനെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കൊപ്പം ഞാൻ നിൽക്കാം. അത് ക്രൈസ്തവ സമൂഹമായാലും ഇസ്ലാം സമൂഹമായാലും പാഴ്സി ആയാലും ജൈനനായാലും ബുദ്ധനായാലും ആരായാലും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൃത്യമായി ബഹുമാനിക്കുകയും അതിനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയത്തിനൊപ്പം മാത്രമേ അവർ നിൽക്കൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ടും ബംഗാളിനകത്ത് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പല ഇവരുടെ നിലപാടുകളും ഇവരെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ടുണ്ട്, ഒരു സംശയമില്ല. സ്വാതന്ത്ര്യലബ്ധിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കലാപങ്ങൾ കണ്ട ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അതിലേറ്റവും വലിയ തെളിവ് തന്നെയാണ് ദ ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ് 1946. അതിൽ നിന്നും പഠിക്കാതെ ആളുകൾ CPM തൃണമൂൽ കോൺഗ്രസിന് നിരന്തരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ BJP വന്ന സ്ഥിതിക്ക് ഒരു സുവർണ്ണകാലമാണ് എന്ന് നമുക്ക് പറയാമോ? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. BJP അവിടെ അധികാരത്തിലേക്ക് വരുന്നു, വികസനം ഇനി അവിടേക്ക് വരും, അവിടെ പക്ഷാഭേദമില്ലാത്തൊരു രാഷ്ട്രീയം വരും, അവിടെ അഴിമതിരഹിതമായ ഒരു ഭരണം വരും, ഇതെല്ലാം അവിടേക്ക് വരും. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കൾച്ചർ, രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കൾച്ചർ നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് വലിയ കാര്യമാണ്. 1905 ബംഗാൾ വിഭജന കാലത്താണ് അവിടുത്തെ ഹിന്ദു മുസ്ലിം സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരന്മാർ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് വന്ന് അവിടെ ഗംഗാതീരത്ത് നിന്ന് നമ്മൾ വന്ദേ മാതരമൊക്കെ ഒച്ചത്തിൽ പാടി രാഖി ബന്ധിച്ചുകൊണ്ട് ഒരു വലിയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. അതുപോലെ ബംഗാൾ എപ്പോഴും ഒരു വലിയ വിപ്ലവങ്ങളുടെ സംസ്ഥാനമാണ്. ബംഗാളിൽ തുടങ്ങിയതൊന്നും അവസാനിച്ചില്ല, തുടങ്ങി വെച്ച വിപ്ലവങ്ങളൊന്നും അവസാനിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ വിജയത്തിലെത്തുന്നത് വരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിലൊരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് ആൻറ്റി നാഷണൽ എലമെൻസുകളെ ഈ രാഷ്ട്രത്തിൽ നിന്ന് പടിയടച്ചു പിണ്ടം വയ്ക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തമായ പോയിൻ്റ് ആയിരിക്കും ബംഗാൾ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതിന് ബംഗാൾ ജനത, ഞങ്ങളത് അവരോട് സംബന്ധിച്ചപ്പോൾ ബംഗാൾ ജനത നൽകിയിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള മാൻഡേറ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ പതിർമടങ്ങ് കൂട്ടുന്നു. രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ശക്തികളും ബംഗാൾ എന്നല്ല രാജ്യത്തെ ഒരു കോർണറിലും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിനുള്ള ഏറ്റവും വലിയ പിന്തുണയാണ് ബംഗാൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചേട്ടാ, അതുപോലെ തൃണമൂൽ കോൺഗ്രസ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തിയ സമയത്ത് പല വീടുകൾക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളാണെന്ന് ആലോചിക്കണം. വീടാന്തോറും കയറി ഇറങ്ങി BJPക്ക് വോട്ട് ചെയ്യരുതെന്നും അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോളൂ, നിങ്ങൾക്കുള്ള മധുരഫലഹാരങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാം എന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതോടടുപ്പിച്ച് ഒരു വീഡിയോ വൈറലാവുകയും ചെയ്തു. BJP ജയിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് BJP ഓഫീസിൽ നിന്ന് തൃണമൂലിൻ്റെ ഓഫീസിലേക്ക് മധുരപലഹാരങ്ങൾ അയക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, BJPയുടെ ഓഫീസിൽ നിന്ന് തൃണമൂലിൻ്റെ ഓഫീസിലേക്ക് ചില കാര്യങ്ങൾ കൊടുത്തുവിടുന്നുണ്ട്. അത് മധുരപലഹാരങ്ങളാവണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അവിടെ ഇത്രയും കാലം കഴിഞ്ഞ 50 വർഷക്കാലമായി CPM-ഉം അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടാരാജിനെ ഞങ്ങൾ അവിടെ അവസാനിപ്പിക്കും. അവിടുത്തെ സാധാരണപ്പെട്ട സ്ത്രീ സമൂഹത്തിന് ഏത് പാതിരാത്രിയിലും ഇറങ്ങി നടക്കാൻ കഴിയുന്ന സംസ്ഥാനമായി ബംഗാൾ മാറും. ബംഗാളിൻ്റെ മുരടിക്കപ്പെട്ട വികസനത്തിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ബംഗാളിൽ നടന്നു വരുന്ന വലിയ രീതിയിലുള്ളൊരു മാറ്റം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകാൻ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ അത്ഭുതാവഹമായിട്ടുള്ളൊരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് ബംഗാളിൽ കാണാൻ സാധിക്കുന്ന നിലയിൽ ബംഗാളിലെ സാധാരണപ്പെട്ടവൻ്റെ അടിസ്ഥാന ജീവിത ശൈലിയെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വലിയ മാറ്റം ബംഗാളിൽ ഉണ്ടാവും എന്ന് BJPക്ക് ഉറപ്പ് തരാൻ വേണ്ടി സാധിക്കും.